ഇന്നൊരു ഔട്ടിംഗ് ആണ് കേട്ടോ, കിയ ബേബി ആയിട്ട്. ഞങ്ങൾ ടൂ വീലറിനാണ് പോകുന്നത്. ടൂ വീലറിന് പോകാറില്ല ഞങ്ങൾ അവളായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ടൂ വീലറിന് പോവുകയാണ്. ഫസ്റ്റ് ഫുഡ് കഴിക്കണം. നമ്മൾ ആദ്യം പോകുന്നത് ഹംസാസ് നെയ്ച്ചോറിലേക്കാണ്. പാലാരിവട്ടം റൂട്ടിലുള്ള എറണാകുളംകാർക്കൊക്കെ അറിയാൻ പറ്റും നെയ്ച്ചോറ്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 3 o'clock കഴിഞ്ഞതുകൊണ്ട് അത്യാവശ്യം ബീഫിൻ്റെ ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ്റെ ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ചിക്കൻ, കാന്താരി, പെപ്പർ, അതുപോലെ തന്നെ ഫ്രൈ ഉണ്ടായിരുന്നു. ഫ്രൈ ഞങ്ങൾ ഓർഡർ ചെയ്തില്ല. നെയ്ച്ചോറ് വന്നു, അങ്ങനെ കറി വന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. കുറേ പേര് നെഗറ്റീവൊക്കെ പറഞ്ഞായിരുന്നു നെയ്ച്ചോറൊന്നും കൊള്ളില്ല എന്നുള്ളത്. എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ കപ്പ് ഓഫ് ടീ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് ഓർഡർ ചെയ്തു. ചിക്കൻ കാന്താരിയും പെപ്പറും കൂട്ടി കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോർട്ട് കൊച്ചിയിൽ ആദ്യം ബീച്ചിലേക്കാണ് കിയ ബേബി ആയിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറച്ച് നേരം, അവൾക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കാരണം ഒരുപാട് പരുന്തും കാക്കകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നിന്ന് ഒരുപാട് സ്റ്റോളുകളുണ്ടായിരുന്നു കേട്ടോ, കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതിലെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അതിലെ അങ്ങനെ പിന്നെ നടന്നു. കാരണം ഞങ്ങൾ വെളി ഗ്രൗണ്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. നമുക്കറിയില്ല എന്താണ് പ്രോഗ്രാം ഉള്ളതെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഒരു സന്ധ്യ ആവുന്നത് വരെ നമ്മൾ അവിടെ തന്നെ നിന്ന് ഒരു ചേട്ടൻ അവിടെ നിന്ന് പാടുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളി ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വെളി ഗ്രൗണ്ടിൽ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. DJ ആയിരുന്നു കേട്ടോ അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അന്ന് DJ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല വന്നത്. പക്ഷേ അന്ന് നല്ലൊരു DJ ആയിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം ആൾ, എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നുണ്ടായിരുന്നു ന്യൂ ഇയർ ആണോ, ന്യൂ ഇയറിനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആ ഒരു നൈറ്റിന് ഉണ്ടാവുന്ന പോലെ തന്നെ അത്യാവശ്യം തിരക്കുകളുണ്ടായിരുന്നു. നല്ല DJ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ DJ ഒക്കെ കണ്ടു നിന്നു. കിയ അന്തം വിട്ട് കാണുമായിരുന്നു കേട്ടോ. അവൾ ഫസ്റ്റാണ് ഇങ്ങനെ DJ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ. ആൾക്കാരെല്ലാവരും ആക്റ്റീവായിരുന്നു. നല്ല DJ, ഒരു ലേഡി ആയിരുന്നു DJ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ചെന്ന ടൈമിൽ. പിന്നെ ആ ട്രീയും കാര്യങ്ങളൊക്കെ, കാരണം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ന്യൂ ഇയറിന് മുൻപായിട്ട് പോയതാണ്. പക്ഷേ ഈ കൊല്ലം ന്യൂ ഇയറിന് മുൻപ് പറ്റില്ല. അപ്പം ന്യൂ ഇയറിൻ്റെ അന്ന് ഞങ്ങൾ ഈവനിങ് ആണ് പോകുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടു. ചെന്നത് വെറുതെ ആയില്ല കേട്ടോ. ആ ഒരു ഫോർട്ട് കൊച്ചി പോക്ക് എന്തായാലും നന്നായി. പക്ഷേ ഇത് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ. നല്ല ബ്ലോക്ക്. ഇത് വെളി ഗ്രൗണ്ടിൻ്റെ പുറത്തേക്കുള്ള ബ്ലോക്കാണ് കാണുന്നത്. നമ്മൾ തിരിച്ചു പോകുമ്പോഴുള്ള ബ്ലോക്കാണ്. ഫ്രണ്ട് മൊത്തം ബ്ലോക്കായിരുന്നു. ബാക്കിലേക്കും വണ്ടികളെല്ലാം ബ്ലോക്കായി കിടക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം കിട്ടി. നമ്മുടെ ആ ഒരു വെളി ഗ്രൗണ്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്ററോളം ആ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ആ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും, കാരണം ഇങ്ങോട്ടുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ വന്നുകൊണ്ട് ഒരുപാട് കിട്ടിയില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടെന്തായാലും നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ടാറ്റ ബൈ ബൈ.